ഈ മദീനയിലൂടെ ഞങ്ങളിപ്പോൾ ഒരു ദീർഘമായൊരു യാത്ര കഴിഞ്ഞപ്പോൾ ഞാൻ വരുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി തിരിച്ചു പോവുകയും ചെയ്യണം അബുദാബിയിലേക്ക്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 6 ദിവസം പുണ്യനബിയുടെ ചരിത്രങ്ങളിലൂടെയുള്ള യാത്രയാണ്. മദീനയിൽ തന്നെ ബിർ ഖർസ് എന്ന് പറയുന്ന ഒരു കിണർ ഇപ്പോൾ തുറന്നു വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്നോളി എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അവർ കാണാൻ വേണ്ടി, സിയാറത്തിന് വേണ്ടി അവിടെ ചെല്ലാം. അവിടെ വെള്ളം കുടിക്കാനും നിസ്കരിക്കാനും സൗകര്യമുണ്ട്. പുണ്യനബിയുടെ ജനാസ കുളിപ്പിച്ച കിണറാണത്. തങ്ങൾ വസീത്ത് ചെയ്തിരുന്നു. ബിർ റൗഹ എന്ന് പറയുന്ന ബദറിലേക്ക് പോകുന്ന വേറെ കിണറുണ്ട്. അവിടെയും പോയിട്ട് വെള്ളം കുടിക്കും. ക്യാൻസറിന് വരെ അസുഖത്തിന് ശിഫയുണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്ന അനുഭവങ്ങളുള്ള ഒരു വെള്ളമാണ് ബദറിലേക്ക് പോകുമ്പോൾ. അവിടെ തന്നെ ബിർ ഷിഫയുണ്ട്. ഷിഫായിൻ്റെ വെള്ളം നമുക്ക് പുണ്യനബി കുടിച്ച കിണറുകൾ അതൊക്കെ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുക. അൽഹംദുലില്ലാ. എല്ലാറ്റിലും ചില ഖൈറും ചില ഷെറും ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, ഇതിലിങ്ങനൊരു ഖൈർ. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബറിൽ നിന്ന് വരുമ്പോൾ നബി തങ്ങൾ സൊഫിയ ബീവിയെ കല്യാണം കഴിച്ച് അവരൊരുമിച്ച് താമസിച്ച ഒരു ഗുഹയുണ്ട്. ഉമ്മു ജർനാസ് എന്നാണ് ആ ഗുഹയുടെ പേര്. അത് ഖൈബറിൽ നിന്നൊരു 30 കിലോമീറ്റർ ഉള്ളിലാണ്. ഖൈബർ കോട്ടകളൊക്കെ അതേപോലെ നമ്മൾ കിതാബിലൊക്കെ പഠിച്ച ഖൈബർ കോട്ട ഇന്നും 4-5 കോട്ടകൾ ഇപ്പോഴുണ്ട് അവിടെ. ഉമ്മു ജർനാസ് എന്ന് പറയുന്ന ഉമ്മു ജർനാസ് ഒരു ഗുഹയാണ്. 1.5 കിലോമീറ്ററാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴി. 1.5 കിലോമീറ്റർ അതിനുള്ളിൽ പുണ്യനബി 3 ദിവസം താമസിച്ചിട്ടുണ്ട്. സദ് സ്വഹ്ബ എന്ന് പറയുന്ന ഒരു അണക്കെട്ടുണ്ട്. ഇതൊക്കെ അന്നുള്ള അണക്കെട്ടാണ്. പുണ്യനബി അതിൻ്റെ അരികത്ത് 3 ദിവസം ഖൈബറിലേക്ക് പോകുമ്പോൾ താമസിച്ച ഇടമാണ്. അങ്ങനെ തുടങ്ങി അവിടുത്തെ ഹബീബിൻ്റെ യാത്രകളിൽ നബിതങ്ങൾ ഇരുന്നിടത്ത് തങ്ങൾ നിസ്കരിച്ചിടത്തൊക്കെ പോകാനുള്ള അവസരമുണ്ടായപ്പോൾ ഹബീബിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ അടുക്കുകയാണ്. നമ്മുടെ ഈ സ്വലാത്ത് മദീനയുടെ ആ പച്ച കുബ്ബക്ക് താഴെ കിടക്കുന്ന ഹബീബ് കേൾക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഹബീബിനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു. ആരാണോ സ്വലാത്ത് ചൊല്ലിയത് നിങ്ങളുടെയൊക്കെ പേരും നിങ്ങളുടെ വാപ്പയുടെ പേരും ഹബീബിന് വിവരം കൊടുക്കുന്നുവെന്ന് പുണ്യനബി തന്നെ പറഞ്ഞു. ഞാൻ മരിച്ചാലും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തുന്നു, ഞാനതിന് മറുപടിയും തരും എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളുടെ സങ്കടം, ടെൻഷൻ മാറണമെന്ന് ആഗ്രഹമുണ്ടോ, സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോളി. കടം വീഴണമെന്നുണ്ടോ, സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോളൂ. ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് ഇദൻ യുഗ്ഫറു ദംബുക, തെറ്റുകൾ അല്ലാഹു പുറത്തു തരണമെന്ന് ആഗ്രഹമുണ്ടോ, സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോളൂ. യുഗ്ഫറു ദംബുക വയുഖ്ലാ ദൈനുക വയുഖ്ഫാ ഹമ്മുക. ടെൻഷൻ മാറും, കടം വീടും, തെറ്റുകൾ പൊറുക്കപ്പെടും. ഇതാണ് സ്വലാത്ത്. ഇരിക്കി ജസാക്കുമുല്ലാഹു ഖൈറ. അള്ളാഹു ഹബീബിൻ്റെ ചാരത്തണയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആർക്കെങ്കിലും തിരക്കണ്ടേ പോയിക്കോളിട്ടോ, ഇൻഷാ അല്ലാഹ്. ധൈര്യമായിട്ട് പോയിക്കോളി, ഒരു പ്രശ്നമില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നിടത്തേക്ക് എത്തുമ്പോൾ, മരണത്തിലേക്ക് നീങ്ങുമ്പോൾ അസുഖങ്ങളെ കൊണ്ട് അല്ലാഹു സിഗ്നൽ തരുന്ന പോലെ ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യവും അടുത്തു എന്ന് പ്രപഞ്ചത്തിന് വരുന്ന രോഗങ്ങളാണ് പുണ്യനബി പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ ചില രോഗം ഭയങ്കര വലിയ രോഗങ്ങളാണ്, മേജർ ഓപ്പറേഷൻ വേണ്ട രോഗങ്ങളുണ്ട് ഭൂമിക്ക്, പ്രപഞ്ചത്തിന് സംഭവിക്കും. അതിനാണ് അലാമാത്തുൽ കുബ്ര, വലിയ വലിയ അടയാളങ്ങൾ എന്ന് പറയാം. ഇദാ ദുയ്യഅത്തിൽ അമാനതു ഫൻതദിരിസ് സാഅ. ഒരാൾക്ക് ഒരാളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ, മനഃപൂർവ്വം മനുഷ്യന്മാർ വഞ്ചിക്കാൻ തുടങ്ങിയാൽ അത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമിക്ക് വരുന്ന അസുഖമാണത്. വാക്കുകൾക്ക് വിലയില്ലാതിരിക്കുന്നതും, നുണ പറയുന്നതും, വഞ്ചിക്കുന്നതും. ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതദിരിസ് സാഅ. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. യോഗ്യരല്ലാത്ത ആളുകൾ നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്നതും, ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്നതും, ആ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളാണെങ്കിൽ അന്ത്യനാളിന്റെ അടയാളങ്ങളാണത്രേ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പിന്നെ പറഞ്ഞു നബി തങ്ങൾ, അൻ തുത്രകൽ ഖലാസ് ഫലാ യുസ്ആ അലൈഹാ. മരുഭൂമിയിലെ മരുക്കപ്പൽ എന്ന് പറയുന്ന, മരുഭൂമിയുടെ ഷിപ്പ് ഓഫ് ദി ഡെസേർട്സ്, മരുഭൂമിയുടെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകം, ഖാഫിലകൾ താണ്ടിപ്പോയ ഒട്ടകങ്ങളാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഖാഫിലകളായി, കച്ചവട സംഘങ്ങളായി യാത്ര ചെയ്തത് ഒട്ടകപ്പുറത്തായിരുന്നു. പുണ്യ നബി തങ്ങൾ ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്തത്. ഖസ്വ എന്ന് പറയുന്ന ഹബീബിന്റെ ഒട്ടകം പ്രസിദ്ധമാണ്. ഖസ്വ ഹബീബിന്റെ ഒട്ടകത്തിന്റെ പേരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും, അൻ തുത്രകൽ ഖലാസ്, നല്ല ഒട്ടകങ്ങൾ വരെ ആളുകൾ വാഹനം കയറാൻ ഉപയോഗിക്കൂല. വാഹനം കയറാൻ ഒട്ടകങ്ങളൊന്നും അല്ല, പുതിയ പുതിയ സംഗതികൾ ലോകത്ത് വരും. ഫലാ യുസ്ആ അലൈഹാ, ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുക എന്ന ഒരു ഉപകാരം ഒട്ടകത്തെ കൊണ്ട് കിട്ടാത്തൊരു കാലം വരും. പാല് ചുരത്ത് അതിന്റെ മീറ്റിന് ഇതിനൊക്കെ ഉപയോഗിക്കുന്നു. എന്തിനല്ല? യാത്ര ചെയ്യാനല്ല. അവിടുന്ന് പറയുമായിരുന്നു, നിങ്ങൾ യാത്ര ചെയ്യും അലാ മയാസിറ, വളരെ മിനുമിനുത്ത സോഫ്റ്റായ കുഷ്യനുള്ള സീറ്റുകളുള്ള വാഹനങ്ങളിൽ. അവര് മസ്ജിദിന്റെ മുമ്പിൽ വന്ന് പാർക്ക് ചെയ്യും, വാഹനങ്ങൾ നിർത്തും. നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒട്ടകങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. അതിവേഗം നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒട്ടകമല്ല എന്നും, എന്നാൽ ചാരിയിരിക്കാൻ പറ്റുന്ന സീറ്റുകളുള്ള വാഹനങ്ങൾ. അത് കാറ്, ജീപ്പ് അങ്ങനെയൊന്നും നബി തങ്ങൾ പറഞ്ഞില്ല, പക്ഷേ തങ്ങൾ സൂചന നൽകി. ഫലാ യുസ്ആ അലൈഹാ, ഒരിക്കലും ആളുകൾ ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യാത്ത കാലം വരും. കുതിരപ്പുറത്ത്, കഴുതപ്പുറത്ത്, കാളവണ്ടികളിൽ ഇതിലൊന്നും ആൾക്കാർ യാത്ര ചെയ്യൂല. കാലം അല്ലേ മാറിയില്ലേ, എത്ര പെട്ടെന്നാണ്. സ്വദഖ്ത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് സത്യമായി പുലർന്നു നബിയേ. സ്വിൻഫാനി മിൻ അഹ്ലിൻ നാരി ലം അറഹുമാ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത രണ്ട് വിഭാഗം ആളുകൾ ഈ ലോകത്ത് ജനിക്കാൻ പോകുന്നുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല. ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ വടികൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിക്കുന്ന നിയമപാലകന്മാർ അവര് വടികൊണ്ട് ജനങ്ങളെ അടിക്കും. വടികൊണ്ടടിക്കുന്ന നിയമപാലകന്മാർ, ലാത്തി വീശുക, അടിക്കുക എന്നൊക്കെ പറഞ്ഞ അതന്നെ. പക്ഷെ ഈ പറയുന്നത് ഒരു അക്രമത്തെ പിരിച്ചുവിടാനുള്ള അടിയെക്കുറിച്ചല്ല, വെറുതെ ആളുകളെ അടിക്കുന്ന നിയമപാലകന്മാർ. അവര് ജനങ്ങളെ അടിക്കുന്നവരാണ്. അങ്ങനത്തെ ആളുകള് ഇസ്ലാമിനെ സംബന്ധിച്ച്, ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ്. യുദ്ധമാണ് ബദർ, ഉഹദ്, ഖന്തഖ്, ഹുനൈൻ, തബൂക്ക് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കണം, മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ ആളുകൾ പുണ്യ നബിതങ്ങളുടെ ജീവിതത്തിൽ നടന്ന 30-ലേറെ ചെറുതും വലുതുമായ സംഘട്ടനങ്ങളിൽ ശത്രുപക്ഷത്തു നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നും രണ്ടും കൂടെ മരിച്ചത് 1260 പേരാണ്. എത്ര? 1260. അതിൽ 30,000 സൈന്യങ്ങൾ പോയതുണ്ട്. 100,000 സൈന്യം സംബന്ധിച്ച യുദ്ധങ്ങളുണ്ട്. എല്ലാം കൂടെ 1260, 60 ചില്ലറ, 63 64 ആണ്. 1264. ഇതൊക്കെ ഒരു യുദ്ധം എന്ന് പറയാൻ പറ്റും? ഒരു യുദ്ധമല്ല, 40 യുദ്ധങ്ങളിലായി മരിച്ചവർ ഇത്ര പേരാണ്. ലോകമഹായുദ്ധത്തിൽ എത്ര മരിച്ചത്? 1-ാം ലോകമഹായുദ്ധം, 2 ഇപ്പൊ നടക്കുന്ന യുക്രൈൻ വാർ, ഇറാഖ് വാർ. ഇതൊക്കെ പറയുന്ന ആൾക്കാർ അതിൻ്റെ കണക്കൊന്ന് വായിച്ചിട്ട് കേൾപ്പിച്ചു തരണം. ഇസ്ലാം യുദ്ധമാണ് എന്ന് പറയുന്നവരെ എല്ലാ യുദ്ധത്തിലും കൂടെ ആവശ്യമായി ജീവനഷ്ടം സംഭവിച്ചത്. അതോ എന്തിന്? പ്രതിരോധത്തിന്, സംരക്ഷണത്തിന്. ജനങ്ങളുടെ ജീവൻ അപകടത്തിലായപ്പോൾ അതിനാ തബൂക്കിലേക്ക് യാത്ര ചെയ്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 700 കിലോമീറ്റർ വരും മദീനയിൽ നിന്ന് മാത്രം.
ഫ്ലൈറ്റിന് 1.5 മണിക്കൂർ തബൂക്കിന്ന് ജിദ്ദയിലേക്ക് 1.5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ഉണ്ട്. ആ ദൂരമാണ് പുണ്യനബി ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? റോമക്കാർ മദീനയെ ആക്രമിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ. അവർ മദീനയെ ആക്രമിച്ചാൽ ആ നാട് ചുട്ടെരിഞ്ഞു പോവില്ലേ? അവിടെ നിരപരാധികളായ പെണ്ണുങ്ങളില്ലേ, പ്രായമുള്ളവരില്ലേ, കുട്ടികളില്ലേ? അതിന് പ്രതിരോധിക്കാൻ പോയത് ഹിജാസിന്റെ അങ്ങറ്റത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദർ, ഉഹദ്, ഖന്തഖ് ഒക്കെ ആലോചിക്കും. എല്ലാം കൂടെ മരിച്ചത് 1200 ഉള്ളൂ. എന്നാൽ ഇന്ന് ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്ന യുദ്ധങ്ങളാണ്. അതൊക്കെ യുദ്ധം എന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. തങ്ങളുടെ കാലത്തുള്ള നമ്മൾ പറയാണ് യുദ്ധം എന്ന് പറയാൻ, പേര് പറയാൻ മാത്രമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ മുസ്ലിങ്ങളെങ്കിലും മനസ്സിലാക്കണം. നമ്മളേക്ക് യുദ്ധം തന്നെ കേൾക്കൂലേ? ബദർ, ഉഹദ്, ഖന്തഖ് എന്നൊക്കെ കേൾക്കും. നമുക്ക് തോന്നുന്നു ഭയങ്കര യുദ്ധത്തിൻ്റെ മത. അല്ല, സ്നേഹവും കാരുണ്യവും സഹായവും ഒരുപാട് വാരിക്കൊടുത്ത മണ്ണാണ് മദീനയുടെ മണ്ണ്. പക്ഷെ അത് കഴിഞ്ഞു പോയില്ലേ? ചരിത്ര അവശിഷ്ടങ്ങൾ നോക്കുമ്പോൾ യുദ്ധങ്ങളും കോട്ടകളൊക്കെ കാണാണ്ടാവുള്ളൂ. മ്യൂസിയങ്ങളിൽ ചെന്നാൽ ഏത് മ്യൂസിയത്തിലും യുദ്ധത്തിന്റെ ആയുധങ്ങളെ കാണാൻ കഴിയൂ. സമാധാനം, സ്നേഹം കൊടുത്തത് കാണാൻ കഴിയില്ല, കഴിഞ്ഞു പോയില്ലേ? പക്ഷെ ഇസ്ലാം നൽകിയ സംരക്ഷണവും സമാധാനവും കാരുണ്യവും ദയാവായ്പകളും അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. 10,000 സഹാബിമാര് ബാക്കിൽ നിൽക്കുമ്പോഴാണ് നബി തങ്ങൾ ഖുറൈശികളോട് ചോദിച്ചത്, മാ ദന്നുക്കും അന്നി ഫാഇലും ബിക്കും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇസ്ലാം ക്രൂരതയാണെന്ന് പറയുന്ന സാധുക്കളോട് ചോദിക്കുകയാണ്. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? അപ്പൊ എന്താ അവര് പറഞ്ഞത്? അൻത അഖുൻ കരീം വബ്നു അഖിൻ കരീം. മുഹമ്മദ് നബിയെ, നിങ്ങൾ മാന്യനായ ഒരു സഹോദരനാണ്, മാന്യനായ ഒരാളിന്റെ മോനാണ്. പക്ഷെ ആ വാക്ക് ആ ദിവസം വരെ അവർ പറഞ്ഞില്ല. നബി തങ്ങൾ ചോദിച്ചോ, ഇതെന്ത് നിങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നോ? എന്നെ വിശ്വസിച്ചവരെ, പാവപ്പെട്ടവരെ നിങ്ങൾ ചുട്ടുകൊന്നില്ലേ? എന്നെ വിശ്വസിച്ച അനുയായികളെ നിങ്ങൾ പൊരിഞ്ഞ വെയിലത്ത് നെഞ്ചത്ത് കല്ല് വെച്ച് വലിച്ചു കൊണ്ടുപോയില്ലേ? തങ്ങളതൊന്നും അവരോട് ചോദിച്ചില്ല. ഒറ്റ വാക്കാ പറഞ്ഞത്, ഇദ്ഹബൂ അൻതും തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം. നിങ്ങളോട് ഒരു പ്രതികാരവും ഞാൻ ചോദിക്കണില്ല, പൊയ്ക്കോളി എന്ന് പറയാൻ. നിങ്ങൾ എനിക്ക് ഉപദ്രവം ചെയ്തവരാണ്. ആ ഉപദ്രവം ചെയ്ത നിങ്ങളോട് തിരിച്ചു ഒരു ഉപദ്രവമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ സുരക്ഷിതരാൻ, പൊയ്ക്കോളൂ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇത് പറഞ്ഞ പുണ്യ നബിയെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം യുദ്ധ എന്നൊക്കെ പറയുമ്പോഴേ 1200-ലേറെ വരുന്ന 2000 സ്വഹാബിമാർ കൂടെയുണ്ട് നബി തങ്ങളുടെ. ഹുദൈബിയ സന്ധി വരുമ്പോൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തില്ലേ? നിങ്ങൾ എന്താണത് കാണാത്തത്? ഞങ്ങൾ യുദ്ധത്തിന് ഒരുക്കമാണ് നബിയെ എന്ന് പറഞ്ഞ അനുയായികളോട്, നിങ്ങൾ യുദ്ധത്തിനല്ല ഒരുങ്ങേണ്ടത്, ക്ഷമിക്കാൻ ഒരുങ്ങിക്കോളൂ. നമ്മൾ മാപ്പ് കൊടുക്കാൻ, നമ്മൾ ക്ഷമിക്കുകയാണ്, നമ്മൾ മദീനത്തേക്ക് തിരിച്ചു പോവുകയാണ്. സ്വഹാബിമാർ വിഷമിച്ചില്ലേ? മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ നടന്നു വന്ന് മക്കങ്ങനെ നോക്കിയാൽ കാണുന്നുണ്ട്, അവിടേക്ക് കടക്കാൻ വിടാതെ മക്കക്കാരായ നാട്ടുകാരെ, മക്കയിൽ അവിശ്വാസികൾ മുഹാജിറുകളായ മുസ്ലിമീങ്ങളെ തിരിച്ചു പറഞ്ഞയച്ചപ്പോ പുണ്യനിബിതങ്ങൾ വേദനിച്ചിട്ടുണ്ട്. പക്ഷേ നിബിതങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ നമ്മൾ കാണണം. സിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത 2 വിഭാഗം ആളുകൾ ലോകത്ത് വരാൻ പോകുന്നുണ്ട്. ഖൗമുൻ മഅഹും സിയാത്തുൻ കാദിനാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ അടിക്കുന്ന നിയമപാലകന്മാർ. ഞാൻ അവരെ കണ്ടിട്ടില്ല. പൊതുജനങ്ങളെ ഇങ്ങനെ പരാക്രമങ്ങൾ അഴിച്ചുവിടുന്നത്, നിരപരാധികളെ അടിക്കുന്നത്, ദേഹോപദ്രവം ചെയ്യുന്നത് നരകം കിട്ടാൻ കാരണമാണ്. അതുകൊണ്ട് അവർ നരകത്തിലാണ്. ഞാൻ അവരെ കണ്ടില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ അടിമയെ, എന്തോ എനിക്ക് ആ അടിമയോട് ദേഷ്യം വന്നപ്പോ അടിമയെ അടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചാട്ടവാറെടുത്ത് ഇങ്ങനെ കൈ പൊക്കിപ്പിടിച്ച് അടിക്കാൻ ഓങ്ങുമ്പോഴാണ് അബാ മസ്ഊദ്,
എന്റെ പിറകിൽ നിന്നൊരാൾ വിളിക്കുന്നു, അബൂ മസ്ഊദേ. തിരിഞ്ഞു നോക്കുമ്പോൾ അത് ലോകത്തിന്റെ ഗുരുവാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മസ്ഊദേ, പാവമായ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വന്ന അടിമയെ നിങ്ങൾ അടിക്കുകയാണോ? അറിയണേ അബൂ മസ്ഊദ്, ഇയാളുടെ മേലെ കൈവക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമ്പോൾ അറിയണമേ, അല്ലാഹു നിങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ്. ഇതുപോലെ നിങ്ങളെ ചാട്ടവാറ് കൊണ്ടടിക്കാൻ അല്ലാഹുവിന് കഴിയും. അബൂ മസ്ഊദ് കയ്യിന്ന് ചാട്ടവാറ് താഴെ വീണുപോയി, വിറക്കാൻ തുടങ്ങി. മനുഷ്യന്മാരടിക്കാണോ ഇത് ചോദിച്ച നബിയ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അടിമ മുസ്ലിം പോലുമായിരുന്നില്ല. അതദരിബുഹു, നിങ്ങൾ അടിക്കാണോ ആ മനുഷ്യനെ? അബൂ മസ്ഊദേ, നിങ്ങൾ അറിയണമേ, ഇയാളുടെ മേൽ നിങ്ങൾക്ക് അധികാരമുള്ള പോലെ നിങ്ങളുടെ മേൽ അല്ലാഹുവിന് അധികാരമുണ്ട് കേട്ടോ. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ ചെയ്യില്ല നബിയേ. അതിനൊക്കെ പകരം ഈ അടിമയെ ഞാൻ നിരുപാധികം സ്വാതന്ത്ര്യം കൊടുത്ത് സ്വതന്ത്രനാക്കി വിട്ടാൽ മതിയോ? യാ റസൂലല്ലാഹ്, ഞാൻ അയാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കട്ടെയോ നബിയേ? ഒരു പൈസ പോലും പകരം വാങ്ങാതെ ഞാൻ അയാളെ സ്വതന്ത്രനായി വിട്ടേക്കാം നബിയേ. അബൂ മസ്ഊദേ, ചെയ്തോളൂ, അത് തന്നെയാണ് വേണ്ടത്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നരകത്തിന്റെ തീജ്വാലകൾ നിങ്ങളെ കയറി പിടിക്കുമെന്ന് മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ നബി. ഒരു ഭർത്താവും ഒരു ഭാര്യയെ അടിക്കരുത്, ഭാര്യ ഇങ്ങോട്ടും അടിക്കരുത്. ഒരു വാപ്പയും മക്കളെയും അടിക്കുകയാണെങ്കിൽ പോലും ശിക്ഷണം നടത്തേണ്ടത് 7 വയസ്സിന്റെയും 14 വയസ്സിന്റെയും ഇടയിലുള്ള കാലമാണ്. ആ കാലത്താണ് അദബ് പഠിപ്പിക്കേണ്ടത്. ആ സമയത്ത് പോലും ദേഹത്ത് മുറിവ് വരുന്ന അടിയോ ചോരൊലിക്കുന്ന അടിയോ മക്കൾ അടിക്കുകയും വരുത്. മാ ضرب رسول الله صلى الله عليه وسلم بيده احدا قط. ഒരു വേലക്കാരനെയോ അവിടുത്തെ ഭാര്യയെയോ അടിമയെയോ ഒരാളെയും പുണ്യനബി കൈകൊണ്ടടിച്ചിട്ടില്ല. ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്. അതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നരകത്തിലേക്ക് വീഴുന്നവരെന്ന് നബി തങ്ങൾ പറഞ്ഞത്, പൊതുജനങ്ങളെ നിയമത്തിന്റെ ആ ഓരം പിടിച്ചു നിന്നുകൊണ്ട് പൊതുജനങ്ങളെ, സാധാരണക്കാരെ, പാവപ്പെട്ട ആളുകളെ, അത് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ അതൊന്നും അവിടെ വിഷയമല്ല. മനുഷ്യനായി ജനിച്ചവനാണോ ഒരു മനുഷ്യനെ നിരുപാധികം പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന സർവ്വ നിയമപാലകന്മാരും സിൻഫാനി ഫിന്നാർ, നരകത്തിലാണ്. ഇതാണ് ലോക റസൂൽ, അന്ത്യ റസൂലിന്റെ പ്രഖ്യാപനം. മനുഷ്യരടിക്കരുത്. പിന്നെണ്ടോ കൊലപാതകം, പിന്നെണ്ടോ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്? ചെയ്യാൻ പാടില്ല. ഞാൻ കണ്ടിട്ടില്ലാത്തവരാണിവർ എന്നാൽ നിങ്ങൾക്ക് ഇവരെ കാണാൻ കഴിയും. സ്വദഖ്ത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ, സത്യമായി പുലർന്നിട്ടില്ലയോ? പിന്നെ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ കൂടെ വരുന്നുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ല. നിസാഉൻ കാസിയാതുൻ ആരിയാത്ത്, ശരീരത്തിലെ അവയവങ്ങൾ തുടുത്ത് കാണിപ്പിക്കുന്ന വിധം വസ്ത്രവിധാനം ചെയ്യുന്ന പെണ്ണുങ്ങൾ, തൊലിനിറം കാണുന്ന വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ, ശരീരം മുഴുവനായി മറക്കാത്ത പെണ്ണുങ്ങൾ, പുരുഷന്മാരെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന വിധം വസ്ത്രധാരണം ചെയ്യുന്നവർ, അത്തരം പെണ്ണുങ്ങളും എൻ്റെ ഉമ്മത്തിൽ ഞാൻ കണ്ടില്ല. എന്നാൽ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരിൽ അവർ വരും. വേഷവിധാനങ്ങൾ, ടൈറ്റ് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഹോർമോൺ പ്രവർത്തനങ്ങൾ, മനുഷ്യരാണ്, തിന്മകളെക്കുറിച്ചുള്ള ചിന്തകൾ വരും. നിങ്ങളങ്ങനെ നടക്കരുതേ എന്ന് പുണ്യനബി പറയാ പെണ്ണുങ്ങളോട്. കണ്ണ് ചിമ്മണേ എന്ന് ആണുങ്ങളോട്. ഇത് രണ്ടും ഇവിടെ നടന്നാൽ ഇവിടെ ഒരു കിഡ്നാപ്പ് ഉണ്ടാലോ ഒരു റേപ്പ് ഉണ്ടാലോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ തിന്മ വേണമെന്ന് വിചാരിച്ച് നടന്ന പിന്നെ എന്ത് ചെയ്യും?
ആരിയാത്ത്, നഗ്നകളായ പെണ്ണുങ്ങളെ കാണാൻ കഴിയും. എന്താ ഇന്നർവെയറിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ കാണിക്കുന്ന നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന വലിയ വലിയ പരസ്യ ഫലങ്ങൾ, പൂത്തുപോലെ വളർന്ന പെണ്ണും ആണും ഒക്കെയാണ് ട്രൗസറും ഷെഡിട്ടിട്ട് നിൽക്കുന്നത് പോസ്റ്റിൽ ഫ്രെയിം ചെയ്തിട്ട്. എന്നിട്ട് അതിന് കാശ് വാങ്ങുക, പരസ്യത്തിൽ നിന്ന് കൊടുക്കുക. എന്നിട്ട് പോകുന്ന ബൈക്കുകാരും ബസ്സുകാരൊക്കെ ഇങ്ങനെ നോക്കി പോവുക. സുബ്ഹാനല്ലാഹ്. ഒരു ബെഡ്റൂമിൽ പോലും ഭർത്താവിൻ്റെ കൂടെ സ്വകാര്യതയിൽ പോലും ഒരു പെണ്ണ് മടിക്കുന്ന വേഷം പരസ്യ ഫലകങ്ങളിൽ, നമ്മുടെ TV ചാനലുകളുടെ പരസ്യങ്ങളിൽ, ഫിൽമുകളിൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടില്ല നബി തങ്ങൾ പറയാം. പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും വസ്ത്രമിടാതെ നടക്കുന്ന പെണ്ണുങ്ങൾ. മായിലാത്തുൻ മുമീലാത്ത്, പുരുഷന്മാരോട് ഇങ്ങോട്ട് കൊഞ്ചിക്കുഴയുന്ന പെണ്ണുങ്ങൾ. മുമീലാത്ത്, തന്നെ ആരെങ്കിലും ഒന്ന് നോക്കണേ, എന്നെ ആരെങ്കിലും ഒന്ന് പ്രേമിക്കണേ എന്ന് യാചിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ. പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം നിങ്ങളുടെ നാണമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം നിങ്ങളുടെ ലജ്ജയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ചാരിത്രശുദ്ധിയാണ്. അത് കളഞ്ഞ് തീരുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാൻ എൻ്റെ അഭിമാനം പിച്ചു ചീന്തി കളഞ്ഞല്ലോ, എന്നെ അവൻ പിച്ചു ചീന്തിയല്ലോ. പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, അവരുടെ തലമുടി മേലോട്ട് കെട്ടിവെച്ച്, ഇപ്പൊ മഫ്തക ധരിച്ചിട്ടുണ്ട്, സ്കാർഫ് ഉണ്ട്, പക്ഷെ മുടി മേലോട്ട് ഇങ്ങനെ കുടുമയായി വെക്കും മേലെ. എന്നിട്ട് ഒട്ടകം നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? പൂഞ്ഞയുള്ള ഒട്ടകം. ആ ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ചെരിയുന്ന പോലെ, ആടുന്ന പോലെ, ഹൈഹീല് ചെരുപ്പിട്ട് നടന്നാൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ഒരു ചെരുപ്പ് പോലും കണ്ടിട്ടില്ലാത്ത പുണ്യനബി തങ്ങൾ പറയുന്നത് എന്നോർക്കണം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. മുടി കെട്ടിവെച്ച് നടക്കുമ്പോൾ ആ മുടി ആടുന്ന വിധം ശരീരം ആട്ടിക്കുഴച്ച് നടത്തുന്ന ഒരു തരം പെണ്ണുങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലാ യദ്ഖുൽനൽ ജന്ന, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. വലാ യജിദിന റീഹഹാ, അതിൻ്റെ പരിമളം പോലും അവർക്ക് ലഭ്യമല്ല. വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ, ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ സുഗന്ധം പോലും ഇങ്ങനെ വേഷവിധാനം ചെയ്ത് നല്ലവരായ ചെറുപ്പക്കാരുടെ മനസ്സിനുള്ളിലേക്ക് ഹലാലല്ലാത്ത വിധമുള്ള ചിന്തകൾ, ഹറാമായ ചിന്തകൾ വരുന്ന വിധം വേഷവിധാനത്തിലും നടത്തത്തിലും വർത്തമാനങ്ങളിലും ജാള്യത പോലും കാണിക്കാത്തവർ സിൻഫാനി മിൻ അഹ്ലിന്നാർ, ഈ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്ന പ്രപഞ്ചത്തിന്റെ അസുഖങ്ങൾ എന്ന് നബി തങ്ങൾ പറഞ്ഞ ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെന്ന് നബി തങ്ങൾ പറഞ്ഞുപോയി. സ്വദഖ്ത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ, എത്ര സത്യമാണ്. നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ ഇതൊക്കെ. ബൈന യദൈ സ്സാഅതി യദ്ഹറു റിബാ, അന്ത്യനാളിന്റെ മുമ്പ് പലിശയുടെ ഉപയോഗം ധാരാളം നടക്കുന്നത് കാണാൻ കഴിയും. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളടക്കം, ഓട്ടോ ലോണുകളടക്കം, പേഴ്സണൽ ഫൈനാൻസുകളടക്കം പലിശ കൊടുത്തിട്ട് ചെയ്യുന്ന എല്ലാ ഏർപ്പാടുകളും ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. വീട് വെക്കാൻ ഒരു സ്ഥലം വാങ്ങിക്കുന്നത് പലിശയ്ക്ക്. അള്ളാഹുവിന്റെ അനുഗ്രഹം വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കാൻ സമയമില്ലാതെ വാങ്ങിച്ചു വെച്ച 5 സെന്റ് ഭൂമി പോലും ബാങ്കിൽ പണയപ്പെടുത്തി പലിശക്ക് പൈസ വാങ്ങിയിട്ട് വീട് പണി തുടങ്ങുകയും അത് പൂർത്തിയാക്കാൻ പിന്നെ വട്ടിപ്പലിശക്ക് വാങ്ങുകയും അത് കഴിഞ്ഞാൽ പലിശയിൽ മുങ്ങി തളർന്ന് കിട്ടുന്നതെല്ലാം കൊണ്ടുപോയി കൊടുത്താലും കടം വീട്ടാൻ കഴിയാതെ
പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ ശ്വാസം വിടാൻ പോലും കഴിയാതെ എത്ര വീടുകളാണ്, എത്ര വീടിനുള്ളിൽ കിടക്കുന്ന എത്ര ജീവനുകളാണ് ഒന്ന് ആശ്വാസത്തോടെ ശ്വാസം വിടാൻ കഴിയാതെ ഈ വീട് എടുത്തുകൊണ്ടു പോകുമോ, ജപ്തി ചെയ്യുമോ? എന്തേ? പലിശയിലുണ്ടാക്കിയതാണ്. വിവാഹം വരുമ്പോ, വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ പൈസ വേണം, നേരെ സ്വർണം കൊണ്ടുപോയി പണയത്തിന്, പലിശക്ക് പൈസ എടുത്തു. ഒരു ഫിൽസ് പോലും നമ്മൾ അടക്കുന്നത് പലിശയാണ്, അല്ലേ? അത് എത്ര റേറ്റ് കുറവുണ്ടെന്ന് നോക്ക് ബാങ്കുകളിൽ. ഏത് ബാങ്കിലാ പലിശ റേറ്റ് കുറവ്? അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കലാണ്. നിങ്ങൾ കുടുങ്ങിയ ഒരവസ്ഥ അത് അള്ളാഹുവിനും നിങ്ങൾക്കേ അറിയുള്ളൂ. ആ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നല്ലാതെ എങ്ങനെ വളരെ കുടുങ്ങുക. അള്ളാഹിനോട് മറുപടി പറഞ്ഞ അള്ളാഹ് എന്നാ ആയിക്കോട്ടെ, കുഴപ്പമില്ല എൻ്റെ അടിമേ എന്ന് റബ്ബ് മറുപടി പറയും. അങ്ങനത്തെ ഒരു കാരണം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലല്ലാതെ ഈ പരിപാടി നമുക്ക് പറ്റൂല. പിന്നെ നമ്മുടെ വീട്ടിലെങ്ങനെ ബർക്കത്തുണ്ടാവുക? നമ്മുടെ മക്കൾ എങ്ങനെ നന്നാവുക? നമ്മളെങ്ങനെ നന്നാവുക? നമ്മുടെ വാഹനങ്ങൾ പലിശയിലാണ് ഓടുന്നത്, അല്ലേ? ഒരു വിഷയമല്ലല്ലോ പണയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാടുകളിലെ പ്രാദേശിക ബാങ്കുകളിലൊക്കെ കിടക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളുടെ ആഭരണങ്ങളാണ്. അത് തിരിച്ചെടുക്കണ്ടോ എടുക്കണില്ലേ എന്നല്ല, എടുത്താൽ പിറ്റേന്ന് കൊണ്ടുപോയി വീണ്ടും വെക്കും വലിയ പൈസക്ക്. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾക്ക് ഇതൊരു ഹരമാണ്. ബാങ്കിക്ക് കൊടുക്കാൻ ഞാൻ സമാധാനാവില്ല. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും തിന്നൂടെ ആ പൈസ? എന്തിനാ പലിശ? 10 ലക്ഷം എടുത്ത ആൾ 30-40 ലക്ഷം അടച്ചിട്ടാണ് പിന്നെ തീരുന്നത്. കടം പരസ്പരം, മുഅ്മിനീങ്ങളായ ആളുകൾ പരസ്പരം കടം കൊടുത്ത് സഹായിക്കണമെന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണം. കടം വാങ്ങിക്കല്ലേ ഇതൊക്കെ. സഹായിക്കാൻ പറ്റുന്ന മുതലാളിമാർ സഹായിക്കണം, പക്ഷേ വാങ്ങുന്ന ആളുകൾ തിരിച്ചടക്കണം. വഞ്ചിക്കരുത്. ഇവര് തന്നിട്ടില്ല എന്ന് പറയരുത്, വാങ്ങിയിട്ടില്ല എന്ന് പറയരുത്, നിഷേധിക്കരുത്. സമയമായി തിരിച്ചു കൊടുക്കണം. അത് ചെയ്യാതിരിക്കുമ്പോൾ മുതലാളിമാർ കൊടുക്കാതെയാവും. കാരണം അവൻ തിരിച്ചു തരൂല, മനുഷ്യന്മാർ വാങ്ങിച്ചു പോവും. എത്ര ആളുകളുണ്ട് കിട്ടാനുള്ള പൈസ കിട്ടിയാൽ എൻ്റെ വിഷമം തീരുമല്ലോ എന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്, എത്ര ആളുകൾ. നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ടായിരുന്നു. സഹായിച്ചു കൊടുത്തത്. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടണമേ. ഈ ലോകം അല്ലാഹു നശിപ്പിക്കാൻ കാരണമാകുമ്പോൾ അല്ലാഹു പ്രപഞ്ചത്തിന് വരുത്തിവെക്കുന്ന ജനങ്ങളാൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണിതൊക്കെ. ഇത് നിങ്ങൾ നിർത്തിയാൽ പ്രപഞ്ചത്തിന് ആയുസ് വീണ്ടും കൂടും. അതതിനർത്ഥം. ഇത് നിങ്ങളുടെ കർമ്മങ്ങളാണ് ഈ ഭൂമിയെ നശിപ്പിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് എത്തിക്കുന്നത്. വ്യഭിചാരം വർദ്ധിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യൽഹർ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രത്യക്ഷമാവുക. ജനങ്ങൾ ഒരുപാട് വ്യഭിചരിക്കും എന്നതിനർത്ഥമുണ്ട്. പക്ഷെ ആ വാക്കർത്ഥം എന്താ? വ്യഭിചാരം വ്യക്തമായി പച്ചയിൽ കാണാൻ പറ്റുന്ന കാലം. അത് മൊബൈലും പിടിച്ച് നോക്കിയിരിക്കുകയാണ്, കമ്പ്യൂട്ടർ തുറന്ന് കണ്ടിരിക്കുകയാണ്, ചാനലുകൾ തുറന്ന് വെച്ചിരിക്കുകയാണ്. യൽഹറു സിന, പച്ച വ്യഭിചാരം. വ്യഭിചാരത്തിന് കാശ് കൊടുത്ത് ഫിലിം ചെയ്ത് അഭിനയിച്ച് മനുഷ്യരെ മുഴുവൻ ലൈംഗിക രോഗികളാക്കി മാറ്റിയ ഈ മഹാദുരന്തമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെയും 21-ാം നൂറ്റാണ്ടിൻ്റെയും ഏറ്റവും വലിയ വിപത്ത് എന്ന് പണ്ഡിതന്മാർ പറയാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ വിപത്തതാണ്. നമ്മുടെ മക്കള് എളിയ പ്രായത്തിൽ ഒരാണും ഒരു പെണ്ണും കുടുംബജീവിതത്തിൽ നയിക്കുന്ന സമയത്തുണ്ടാകുന്ന ശാരീരിക ബന്ധങ്ങൾ കൊച്ചുമക്കൾ കാണാൻ അവസരം ഉണ്ടാവും. എത്ര ഇതിലും വലിയ നാണക്കേടെന്താ? നമ്മുടെ സ്കൂളുകൾ അങ്ങനെ ആയിപ്പോയില്ലേ? നമ്മുടെ ക്യാമ്പസുകൾ അങ്ങനെ ആയില്ലേ? നമ്മുടെ വീടുകളിൽ അങ്ങനെ ആയില്ലേ? ഒരു മനുഷ്യന്റെ സ്വകാര്യതയാന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ പച്ചയായ വ്യഭിചാരം നോക്കിയിരിക്കുക. വ്യഭിചാരം കാണാൻ എത്ര തിന്മയാണ്. നിങ്ങളിൽ മഹർ കൊടുക്കാനും ഒരു പെണ്ണിന് ചെലവ് കൊടുക്കാനും കഴിയുന്നവർ വിവാഹം ചെയ്യണമേ. വമല്ലം യസ്തതി, നിങ്ങൾക്കതിനായിട്ടില്ല, നിങ്ങൾ പഠിക്കുകയാണ്, വിദ്യാർത്ഥികളാണ്, ജോലിയായില്ല, ദാരിദ്ര്യമാണ്, മഹർ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ വമല്ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം, നിങ്ങൾ ഇടക്കിടക്ക് നോമ്പനുഷ്ഠാനം ചെയ്യണമേ. വെറുതെ പട്ടിണിയെടുക്കല്ല. നോമ്പ് അല്ലാഹുവിനോടുള്ള അനുസരണയാണ്, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ചിന്തയാണ്. ആ ചിന്തയിൽ നിങ്ങൾ അല്ലാഹുവിന് നോമ്പെടുക്കണേ കഴിയുന്ന സമയങ്ങളിലൊക്കെ.
ഒരു മനുഷ്യന്റെ ലൈംഗിക ശമനത്തിന് അത് ഉപകാരപ്പെടും. എന്നാൽ പോലും നിങ്ങൾ വ്യഭിചാരം നോക്കരുതേ, വ്യഭിചാരത്തിലേക്ക് പോകരുതേ എന്ന് ആണിനോടും പെണ്ണിനോടും പുണ്യ റസൂലല്ലേ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയദ്ഹറു സിനാ, വ്യഭിചാരം പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത്, അത് ഇത്രയും കൂടുതൽ ആളുകളുടെ മുമ്പിലേക്ക് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണത്. മുസ്ലിം എന്നല്ല, മുസ്ലിം എന്നല്ല, മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഈ ലൈംഗികത ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. സർവശക്തനായ അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും എല്ലാ മനുഷ്യരെയും റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രപഞ്ചത്തിൽ നമ്മൾ ഒരു വർഷം അവസാനിക്കുമ്പോൾ, ഒരു മാസം അവസാനിക്കുമ്പോൾ, ആരംഭിക്കുമ്പോഴൊക്കെ നമ്മുടെ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന പോലെ ഈ പ്രപഞ്ചവും അതിൻ്റെ മരണത്തിലേക്ക് നടന്നെടുക്കുന്നുണ്ട് എന്ന് നബി തങ്ങൾ പറയുന്ന ചില അടയാളങ്ങളാണ് നമ്മൾ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിർ. വ്യഭിചാരം സാരമില്ല, കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. മആദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വൽഹരീർ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രങ്ങൾ പാടില്ലാത്തതാണ്, ഹറാമാണ്. എന്നാൽ അത് പുരുഷന്മാർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന കാലം വരും. വൽ ഖംർ, മദ്യപാനം പറ്റുന്നതാണ് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ, അത് കേൾക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ജായിസാണ് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ അന്ത്യനാളിന്റെ മുമ്പ് വരുന്ന വിപത്തുകളാണെന്ന് പുണ്യനിബിതങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്.